വോട്ട് ചെയ്യാൻ മദ്രസക്ക് എത്തിയപ്പോഴേക്കും ഇതാ സ്ഥാനാർത്ഥികൾ എല്ലാവരും മുഖത്തേക്ക് ചിരിക്കുന്നു. പഠിച്ചാൻ ആർക്ക് ചെയ്യും? തൊട്ടപ്പുറത്ത് ഇതാ ഇന്നലെ രാത്രി പൊരേക്കൂടി വരാതെ ബൂത്തിലിരിക്കണം നമ്മളെ കാക്കി. അങ്ങനെ ഒന്ന് സുബസ്കാരം കഴിഞ്ഞ് കുറച്ചേരം ഇങ്ങനെ ആലോചിച്ച് ആർക്ക് ചെയ്യും പഠിച്ചോനെ. അങ്ങനെ എന്തായാലും ഉത്തരം കിട്ടി. അതെന്തായാലും സീക്രട്ട് ആണ്. രാഹുൽ ഗാന്ധിന്റെ ഇലക്ഷൻ കഴിഞ്ഞ് എടുത്തു വെച്ച വോട്ടർ ഐ ഡി എടുത്ത് വേഗം ഇറങ്ങി. അങ്ങനെ ഇറങ്ങാൻ നേരത്ത് ഉമ്മ പറഞ്ഞ് ഉമ്മയും പോരുണ്ട്. അങ്ങനെ നമ്മൾ കാർ എടുത്ത് നേരെ ഇറങ്ങിട്ടോ. പോണേക്കുള്ള ചർച്ച ആർക്ക് ചെയ്യും? ഇല്ലാത്ത ഈ കൈകളിൽ ജനാധിപത്യത്തിന്റെ അടയാളം വരാൻ പോകുന്നു. പോണേക്കാണെങ്കിൽ 3 ടീമിന്റെയും ബൂത്തും ഉണ്ട്. മാത്രമല്ല മദ്രസിലെത്തി കഴിഞ്ഞപ്പോൾ 3 സ്ഥാനാർത്ഥികൾ മുന്നേ തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മളെ കാക്കത ബൂത്ത് നിന്ന് വോട്ട് ചെയ്യാൻ പോയിട്ട് മറ്റേ ലോട്ടറി അടിച്ച മാതിരി ഇറങ്ങിയാറുണ്ട്. ഓരോ ടീമും ഓരോ സൈഡിൽ ഇരിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവരും ആണല്ലോ. നമ്മളെ മാഷുണ്ടല്ലോ, മാഷ് നമുക്ക് പ്രിയപ്പെട്ട ആളാണ്. മാഷിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. സത്യം പറഞ്ഞാൽ നമ്മളെ മാഷിനെ പോലുള്ള എല്ലാ ആളുകളും ഓരോ നാടുകളിലും വേണം കേട്ടോ. കാരണം പ്രവർത്തന രീതിയിലുള്ള നല്ല നല്ല ആശയങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ആളുകൾ എല്ലാ നാട്ടിലും വേണം. പറഞ്ഞു കൊടുക്കാൻ ഒരാളെങ്കിലും വേണമല്ലോ. എല്ലാ പ്രാവശ്യവും ഉണ്ടാവുന്ന പോലെ തന്നെ റോഡിന് 2 സൈഡിലും സ്ഥാനാർത്ഥികളുടെ പേരും ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പോണേക്ക് ഇതാ കുറച്ച് കുട്ടികളെ കിട്ടി. ഓരോട് ചോദിച്ചു പോര് പറഞ്ഞു ഒരു രാഹുൽ ഗാന്ധിന്റെ ടീമാന്ന് പറഞ്ഞു. ഏത് ടീം അയച്ച പോർക്ക് വലിയ ഐഡിയ ഇല്ല. അവരെന്തായാലും പറയും നമ്മളെ UDF ജയിക്കുന്നൊക്കെ ഒരു പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വൈകുന്നേരം ചായ വാങ്ങിത്തരാൻ എന്തായാലും പറയണം കേട്ടോ. നിങ്ങൾ മറക്കരുത് പറഞ്ഞു. എന്തായാലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വിജയാശംസകൾ. അതിലേതെങ്കിലും ഒരാളെ വിജയിക്കുള്ളൂ. വിജയിക്കുന്ന ആൾക്ക് നാട്ടിൽ നല്ല രീതിയിൽ വികസനങ്ങൾ നടത്താൻ സാധിക്കട്ടെ.